അങ്ങനെ ഈ ലോകകപ്പിൽ നിന്ന് നോക്കൌട്ടിലേക്ക് എത്തുന്ന ആദ്യ ടീം എന്ന ഖ്യാതി അത് മെക്സിക്കോയാണ് സ്വന്തമാക്കിയത്. മെക്സിക്കോ ആ നേട്ടം സ്വന്തമാക്കിയതിന് പിന്നാലെ മെക്സിക്കോ സിറ്റിയിലെ ആരാധകർ രാത്രി വൈകിയും ആ വിജയം ആഘോഷിച്ചു. നൂറുകണക്കിന് ആരാധകരാണ് മെക്സിക്കോ സിറ്റിയിൽ തടിച്ചുകൂടി തങ്ങളുടെ ടീമിന്റെ നോക്കൌട്ട് പ്രവേശനത്തെ ആഘോഷമാക്കിയത്. ഇനി ബോസ്റ്റണിലെ ബാർ ഉടമകൾ സ്കോട്ട്ലൻഡ് ആരാധകരെ കാത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, സ്കോട്ട്ലൻഡിന്റെ മത്സരം കഴിഞ്ഞാൽ നഗരത്തിലെ ബാറുകളിലെ മുഴുവൻ ബിയറും കുടിച്ചു തീർത്ത ശേഷമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ മടക്കം. സ്കോട്ട്ലൻഡ് ബോസ്റ്റണിൽ നാളെ വീണ്ടും ഇറങ്ങുന്നുണ്ട് മൊറോക്കോയ്ക്കെതിരെ. അതുകൊണ്ട് തന്നെ ട്രക്കുകളിലാണ് ഇത്തവണ ബാർ ഉടമകൾ ബിയർ ഇറക്കിയിരിക്കുന്നത്. ലോകവേദിയിൽ എപ്പോഴും സ്കോട്ട്ലൻഡ് ആരാധകർ വേറിട്ട് നിൽക്കും. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ കൂട്ടമായി എത്തുന്ന ടാർട്ടൻ ആർമിയെ കണ്ടിരിക്കാൻ തന്നെ ഹരമാണ്. ആരവങ്ങളിൽ മാത്രമല്ല, ബിയറടിയിലും സ്കോട്ടിഷ് ആരാധകർ തന്നെ കേമന്മാർ. അതുകൊണ്ട് അവരെ കാത്തിരിക്കുകയാണ് ബോസ്റ്റണിലെ ബാറുകൾ. ആദ്യ മത്സരത്തിൽ ഹെയ്ത്തിയെ തോൽപ്പിച്ചതിന്റെ സന്തോഷത്തിൽ അവർ എത്തിയപ്പോൾ ബാറുകളിലെ ബിയർ മുഴുവൻ തീർത്തിട്ടാണ് മടങ്ങിയത്. അന്ന് ആവശ്യത്തിന് ബിയർ നൽകാൻ ബാർ ജീവനക്കാർ പാടുപെട്ടു. 30 വർഷമായി ഈ രംഗത്തുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്ന് ഒരു ബാറിലെ ജനറൽ മാനേജർ. I've been in this business for over 30 years and I've never seen anything like this, and to have another round of the Tartan Army this weekend, we'll be more prepared for it, and my team we couldn't have been more excited. ശനിയാഴ്ച രാവിലെയാണ് സ്കോട്ട്ലൻഡിന്റെ അടുത്ത മത്സരം. ടീം തോറ്റാലും ജയിച്ചാലും ഇത്തവണ സ്കോട്ടിഷ് ആരാധകർ നിരാശപ്പെടില്ല. കാരണം ആവശ്യത്തിന് ബിയർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറുകളെല്ലാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ജർമ്മനിയുടെ മത്സരം ഇനി നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരം പ്രവചിച്ച് ശ്രദ്ധ നേടിയ ഒരു താരക് എന്നൊരു ആനയുണ്ട്. ആ ആന വീണ്ടും പ്രവചനമായി എത്തിയിട്ടുണ്ട്. ഐവറി കോസ്റ്റ് ജർമ്മനി മത്സരത്തിൽ ആര് ജയിക്കുമെന്നുള്ളതാണ് ഇത്തവണ താരക് പറയുന്നത്. ജർമ്മനിയിലെ കൊളോൺ മൃഗശാലയിലെ താരക് എന്ന ഏഷ്യൻ ആന വീണ്ടും ജർമ്മനിക്കൊപ്പമാണ്. ജൂൺ 21-ന് ടൊറന്റോയിൽ നടക്കാൻ പോകുന്ന ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരത്തിലെ വിജയിയാണ് താരക് പ്രവചിച്ചത്. പതിവ് പോലെ രാജ്യങ്ങളുടെ കൊടികൾ പെയിന്റ് അടിച്ച ഫുട്ബോളുകൾ നിരത്തിവെച്ചു. ഒന്ന് നടന്നു മാറിയതിനു ശേഷം നേരെ വന്ന് ജർമ്മൻ പതാക പെയിന്റ് അടിച്ച പന്ത് കാലുകൊണ്ട് ചവിട്ടിപ്പൊട്ടിക്കുകയായിരുന്നു. ആദ്യം കണ്ടില്ലെന്ന് നടിച്ചു പോയെങ്കിലും പിന്നീട് വന്ന് ജർമ്മനിയുടെ പന്തിൽ തൊട്ടപ്പോഴാണ് തങ്ങൾക്ക് ആശ്വാസമായതെന്ന് മൃഗശാല ജീവനക്കാരൻ ഒലിവർ പറയുന്നു. എന്തായാലും ജർമ്മനിയുടെ ആദ്യ മത്സരം കൃത്യമായി പ്രവചിച്ചതിനാൽ ഈ മത്സരം കൂടി ശരിയായാൽ താരക് ശ്രദ്ധേയനായി മാറുമെന്നാണ് മൃഗശാല ജീവനക്കാരുടെ പ്രതീക്ഷ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ ബ്രസീലിന്റെ മത്സരമാണ് വരാൻ പോകുന്നത്. ബ്രസീൽ ആരാധകർ ആവേശത്തിലാണ്. ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്ക് ബ്രസീൽ മത്സരം ആരംഭിക്കും. നമുക്കും കാത്തിരിക്കാം. ബ്രസീൽ നല്ലൊരു ജയം സ്വന്തമാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഫുട്ബോൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.